നഗ്നചിത്രങ്ങൾ പോൺ സൈറ്റിൽ പങ്കുവയ്ക്കുമെന്ന് ഭീഷണിപ്പെടുത്തി യുവതിയിൽ നിന്ന് പണം തട്ടിയ കേസിൽ നടൻ ഷിയാസ് കരീമിനെതിരെ കൂടുതൽ തെളിവുകൾ പുറത്ത്. യുവതിയോട് ഷിയാസ് പണം ആവശ്യപ്പെടുന്നതിന്റെയും ഭീഷണിപ്പെടുത്തുന്നതിന്റെയും ശബ്ദസന്ദേശമാണ് പുറത്തുവന്നത്. നീ ആരാണെന്ന് നിനക്കറിയാമല്ലോ, പിന്നെ നീ ചുമ്മാ കിടന്ന് കൊഞ്ചല്ലേ, മോന്തയ്ക്കിട്ട് അടിക്കുവട്ടാ, ജിം എന്തായാലും ഞാൻ സെറ്റാക്കും, നിന്റെ അടുത്തുനിന്ന് 20 ലക്ഷം വാങ്ങിയത് തീർക്കണമെന്നാണ് മനസ്സ് പറയുന്നത്, അതു തീർക്കും. ഷിയാസ് പുറത്തുവന്ന ശബ്ദസന്ദേശത്തിൽ പറയുന്നു. നിന്റെ ഈ സ്റ്റാറ്റസ് ഇടലൊന്ന് കുറച്ചുവട്ടാ, എന്റെ ഫോട്ടോ അധികമൊന്നും ഇടണ്ട, നമുക്ക് ചിലപ്പോൾ പണി കിട്ടും എന്നാണ് മറ്റൊരു സന്ദേശത്തിൽ പറയുന്നത്. യുവതിയുടെ സുഹൃത്തിൽ നിന്ന് 10 ലക്ഷത്തോളം രൂപ കടം വാങ്ങാനും ഷിയാസ് ആവശ്യപ്പെടുന്നതായി ശബ്ദസന്ദേശത്തിൽ കേൾക്കാം. പണം ശരിയാക്കാൻ യുവതിയെ നിർബന്ധിക്കുന്നുമുണ്ട്. നീ എങ്ങനെയേലും കുറച്ച് ഫണ്ട് സെറ്റ് ചെയ്യ്, എവിടുന്നേലും പൈസ കിട്ടാൻ വഴിയുണ്ടോ, ഒരു 1-2 ലക്ഷം രൂപ. നീ അവന് മെസ്സേജ് അയക്ക്, വോയിസ്, ഒരു 10 lakh rupeesന്റെ ആവശ്യമുണ്ട്, അത്യാവശ്യമാണ്, കുറച്ചു ദിവസം കഴിയുമ്പോൾ തിരിച്ചു തരാമെന്ന് പറ. അവൻ എന്താ പറയുന്നതെന്ന് നോക്ക്. ഷിയാസ് പറയുന്നു. സാമ്പത്തികമായും ലൈംഗികമായും ചൂഷണം നടത്തിയെന്ന പരാതിയുമായാണ് യുവതി രംഗത്തെത്തിയത്. സുഹൃത്തും പങ്കാളിയുമായിരുന്ന താരം 65 ലക്ഷം രൂപ തട്ടിയെടുത്തെന്ന് യുവതി ആരോപിക്കുന്നു. നഗ്നദൃശ്യങ്ങൾ പുറത്തുവിടുമെന്നും അശ്ലീല പോൺ വെബ്സൈറ്റുകൾക്ക് നൽകുമെന്നും പറഞ്ഞ് നിരന്തരം ഭീഷണിപ്പെടുത്തിയെന്നും പാലാരിവട്ടം പോലീസിൽ നൽകിയ പരാതിയിൽ പറയുന്നു. മാനസികമായി തന്നെ പീഡിപ്പിച്ചതിനാലാണ് പരാതി നൽകാൻ മുന്നോട്ട് വന്നതെന്ന് യുവതി പോലീസിന് മൊഴി നൽകി. ഒപ്പമുണ്ടാകും എല്ലാ കാലത്തുമെന്ന വാഗ്ദാനം നൽകി കൊച്ചിയിലും കോഴിക്കോടുമുള്ള ഹോട്ടലിൽ കൊണ്ടുപോയി ശാരീരികമായി ഉപദ്രവിച്ചെന്നും ഇവർ പറയുന്നു. ഇൻസ്റ്റഗ്രാം ചാറ്റുകളും വോയിസ് റെക്കോർഡും പണം പലപ്പോഴായി നൽകിയ അക്കൗണ്ട് രേഖകളും പരാതിക്കൊപ്പം പോലീസിന് കൈമാറി. എന്നാൽ 60 വയസ്സുള്ള സ്ത്രീയാണ് തനിക്കെതിരെ കള്ളക്കേസുമായി വന്നതെന്നും കുടുംബവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ് പരാതി ഉയരാൻ കാരണമെന്നുമാണ് ഷിയാസിന്റെ വിശദീകരണം. നേരത്തെയും സമാനമായ കേസ് ഷിയാസിന് നേരെ ഉയർന്നിരുന്നു. വിവാഹവാഗ്ദാനം നൽകി പീഡിപ്പിക്കുകയും പണം തട്ടിയെടുക്കുകയും ചെയ്തെന്ന യുവതിയുടെ പരാതിയിൽ ഷിയാസ് കരീം 3 വർഷം മുൻപ് അറസ്റ്റിലാകുകയും ചെയ്തു. ചെന്നൈ വിമാനത്താവളത്തിൽ വച്ചായിരുന്നു പിടിയിലായത്. അന്ന് ഷിയാസിനെതിരെ കേരള പോലീസ് തിരച്ചിൽ നോട്ടീസ് പുറപ്പെടുവിച്ചിരുന്നു. ദുബായിൽ നിന്ന് ചെന്നൈയിലെത്തിയപ്പോൾ തടഞ്ഞുവച്ച കേരള പോലീസിനെ അറിയിക്കുകയായിരുന്നു. ഭീഷണിപ്പെടുത്തി വൻതുക വാങ്ങാനാണ് യുവതി അടുപ്പം സ്ഥാപിച്ചതെന്ന് ഷിയാസ് അന്ന് ജാമ്യാപേക്ഷയിൽ പറഞ്ഞു. എറണാകുളത്ത് ഫിറ്റ്നസ് ഇൻസ്ട്രക്ടറായ കാസർകോട് പടന്ന സ്വദേശിനിയാണ് ഷിയാസിനെതിരെ ചന്തേര പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയത്. വിവാഹബന്ധം വേർപിരിഞ്ഞ 32 വയസ്സുകാരിക്ക് വിവാഹവാഗ്ദാനം നൽകുകയും 2021 മുതൽ 2023 മാർച്ച് വരെ എറണാകുളത്തെ ലോഡ്ജിലും മൂന്നാറിലും വച്ചു പീഡിപ്പിക്കുകയും ചെയ്തെന്നാണ് പരാതി. യുവാവ് മറ്റൊരു വിവാഹത്തിന് ഒരുങ്ങുന്നതിനിടെയാണ് യുവതി പരാതിയുമായി എത്തിയത്. പലതവണകളായി 11 ലക്ഷം രൂപ കൈക്കലാക്കിയതായും ചെറുവത്തൂരിൽ വെച്ച് കയ്യേറ്റം ചെയ്തതായും പരാതിയിലുണ്ടായിരുന്നു.